ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലഡ് സാമ്പിളിംഗ് ഫോർ ABG അനാലിസിസ്. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ABGയുടെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. ABG സ്റ്റാൻഡ്സ് ഫോർ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ഇനി ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. For sampling, glass syringes are preferred over plastic syringe. ABG ബ്ലഡ് സാമ്പിളിംഗ് എടുക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് കൂടുതലും ഗ്ലാസ് സിറിഞ്ചസ് ആണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സിറിഞ്ചസ് തന്നെയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കൂടുതലും ബെസ്റ്റ് പ്രിഫറബിൾ എന്ന് പറയുന്നത് ഗ്ലാസ് സിറിഞ്ചസ് ആണ് കേട്ടോ. സിറിഞ്ചസ് ഷുഡ് ബി ഹെപ്പാരിനൈസ്ഡ് ആൻഡ് സാമ്പിൾസ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ഐസ്. സിറിഞ്ചസ് ഹെപ്പാരിനൈസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ സാമ്പിൾസ് ഐസിൽ സ്റ്റോർ ചെയ്തിരിക്കുകയും ചെയ്യണം. ഐസ് പാക്ക് ഉണ്ടായിരിക്കണം. Then usually sample is taken from radial or femoral artery. നമ്മൾ സാമ്പിൾസ് എടുക്കുന്നത് റേഡിയൽ അല്ലെങ്കിൽ ഫെമറൽ ആർട്ടറിയിൽ നിന്നായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബ്ലഡ് ഗ്യാസ് അനാലിസിസ് പർട്ടിക്കുലർലി നീഡഡ് ഇൻ തൊറാസിക് സർജറീസ്, കാർഡിയാക് സർജറീസ് എക്സെട്ര. തൊറാസിക് സർജറീസിനും കാർഡിയാക് സർജറീസിനും ഒക്കെ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് ചെയ്യാറുണ്ട്. അതുപോലെ ഓരോ സർജറിയും പേഷ്യന്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ചും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ABG അനാലിസിസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു എക്സെട്ര ഞാൻ ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോഡേൺ അനലൈസേഴ്സ് ഗീവ് റിസൾട്ട് വിത്തിൻ 2 to 3 minutes ആൻഡ് റിക്വയർ ആസ് ലോ ആസ് 0.2 ml ഓഫ് ബ്ലഡ്. മോഡേൺ അനലൈസേഴ്സിൽ നമുക്ക് റിസൾട്ട് ഒരു 2 to 3 മിനിറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. അതും 0.2 ml ഓഫ് ബ്ലഡ് മാത്രം മതി. ഈ ഒരു റിസൾട്ട് നമുക്ക് ഇത്രയും കുറഞ്ഞ ടൈമിൽ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഹെപ്പാരിൻ ഈസ് ദ ഓൺലി ആന്റി കൊയാഗുലന്റ് യൂസ്ഡ് ടു പ്രിപ്പയർ സാമ്പിൾസ് ഫോർ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്. ഹെപ്പാരിൻ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത് ബ്ലഡ് ഗ്യാസ് അനാലിസിസിന് സാമ്പിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നോർമൽ വാല്യൂസ് ഓൺ റൂം എയർ. ഏതൊക്കെയാണ് ഇതിന്റെ നോർമൽ വാല്യൂ നോക്കാം. PH എന്ന് പറയുന്നത് 7.35 to 7.45 ആണ്. PO2 96 to 98 mmHg, PCO2 35 to 45 mmHg, SpO2 95 to 98%, HCO3 24 to 28 mol per liter. Base deficit -3 to +3. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളൊരു ABG എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന റിസൾട്ടിനകത്ത് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. അതിന്റെ PH കാണും, PO2 കാണും, PCO2 കാണും, SpO2 കാണും, HCO3 ബൈകാർബണേറ്റ് ആണ്, അത് കാണും, ബേസ് ഡെഫിസിറ്റ് കാണും. ഓക്കെ, അപ്പൊ ഇതിൽ ഇത്രയുമാണ് നോർമൽ എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലാണോ കുറവാണോ നമ്മുടെ റിസൾട്ടിൽ കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസ് ഡ്രഗ്സ് പേഷ്യന്റിന് കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബ്ലഡ് ഗ്യാസ് വാല്യൂസ് ഓഫ് മിക്സഡ് വീനസ് ബ്ലഡ്. മിക്സഡ് വീനസ് ബ്ലഡിന്റെ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് ആണ് ഇത്. PO2 40 mmHg, PCO2 40 mmHg, SpO2 75%. The blood gas test can determine how well your lungs are able to move oxygen into the blood and remove carbon dioxide from the blood. ബ്ലഡ് ഗ്യാസ് ടെസ്റ്റിൽ കൂടെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലേക്ക് എത്രത്തോളം ഓക്സിജനെ മൂവ് ചെയ്യിക്കാനായിട്ട് ലങ്സിന് പറ്റുന്നുണ്ട് എന്നുള്ളതും ഓക്സിജൻ എത്രത്തോളം ബ്ലഡിൽ നിന്നും റിമൂവ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ആണ്. ഹെൻഡേഴ്സൺ ഹാസൽബാൽച്ച് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഇതൊരു വൈവയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് PSCക്കൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. അതിന്റെ ഇക്വേഷൻ ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. PH = PK + log HCO3 / 0.03 × PCO2 എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ഈ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയ വീഡിയോ ആണ്, ചെറിയ രീതിയിലുള്ള പോയിന്റ്സ്. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് എത്രത്തോളം പോയിന്റ്സ് വേണമോ അത്രത്തോളം പോയിന്റ്സ് മാത്രം ആഡ് ചെയ്ത് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി വേണ്ടത് കുറച്ച് പോയിന്റ്സ് ഉള്ള രീതിയിലുള്ള വീഡിയോസ് ആണോ, അത് ഒരുപാട് പോയിന്റ്സ് വരുന്ന രീതിയിലുള്ള വീഡിയോസ് ആണോ വേണം എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ടോപ്പിക്സ് എടുത്തു തരണം എന്നുണ്ടെങ്കിലും അതുകൂടി ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക. ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു.